യേശുകർത്താവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു പ്രഭാതം കണ്ടുണരുവാൻ തക്കവണ്ണം ദൈവം തന്ന മകൾ ഭാഗ്യത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്തുകൊണ്ട് ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 2 ദിനവൃത്താന്തം 14-ാം അധ്യായം 11-ാമത്തെ വാക്യം. ആസ തൻ്റെ ദൈവമായ യഹോവയെ വിളിച്ചപേക്ഷിച്ചു. യഹോവയെ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരും ഇല്ല. കൂശ്യനായ സേരഹ് വൻ സൈന്യമായിട്ട് യഹൂദയ്ക്ക് നേരെ യുദ്ധത്തിന് പുറപ്പെട്ടു വരികയാണ്. ആ ഒരു സമയത്ത് ആസ എന്ന് പറയുന്ന രാജാവ് തൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആസ എന്ന് പറയുന്ന രാജാവിൻ്റെ ഭരണകാലഘട്ടത്തിൽ 10 സംവത്സരം ദേശത്തിന് സ്വസ്ഥത ഉണ്ടായിരുന്നു. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ ദൈവഹിതപ്രകാരം ജീവിപ്പാൻ ജീവിതത്തെ വിട്ടുകൊടുത്ത ഒരു മനുഷ്യൻ. അപ്പോൾ കൂശ്യര് ഒരു സൈന്യമായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന, യഹോവേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരും ഇല്ല. ഇന്ന് പ്രഭാതത്തിൽ ബലഹീനനായി തീർന്നിരിക്കുന്ന ഒരു ജീവിതമാണെങ്കിൽ ഏതെല്ലാം മേഖലയിലാണ് നിനക്കെതിരെ ബലവാൻ ശക്തിപ്പെടുമ്പോൾ ആ ബലവാൻ്റെ ശക്തിയെ കെടുത്തി നിനക്ക് ജയം നൽകുവാൻ, നിന്നെ സഹായിപ്പാൻ യഹോവയായിരിക്കുന്ന ദൈവമല്ലാതെ മറ്റൊരുവനില്ല. കർത്താവിന് വേണ്ടി നിൽക്കുന്നു, പ്രവർത്തിക്കുന്നു. എന്നാൽ നിൻ്റെ ജീവിതത്തിനെതിരെ പോരാടുന്ന പിശാചിൻ്റെ അധികാരങ്ങളെ ജയിക്കുവാൻ, പിശാചിന് വിധേയപ്പെട്ടുകൊണ്ട് നിനക്കെതിരെ പോരാടുന്ന കൂശ്യരെ പോലെയുള്ള ദുഷ്ടശക്തികൾ അത് നിൻ്റെ മേൽ പ്രബലപ്പെടാതെ വണ്ണം, അധികാരമെടുക്കാതെ വണ്ണം, അതിൻ്റെ മേൽ ജയം തരുവാൻ, അതിൻ്റെ മേൽ പ്രബലപ്പെടുവാൻ, ബലപ്പെടുവാൻ നിന്നെ സഹായിക്കുന്ന ഒരു ദൈവം, നസറാനായിരിക്കുന്ന യേശു. ഏത് മേഖലയിലാണ് ദുഷ്ടൻ്റെ അധികാരങ്ങൾ മനുഷ്യരൂപത്തിൽ നിൻ്റെ മേൽ ജയിക്കുവാൻ ശ്രമിക്കുന്നത്, നിന്നെ പരാജയപ്പെടുത്തുവാൻ ശ്രമിക്കുന്നത്, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിക്കുന്നത്, അതിൻ്റെ നടുവിൽ നിൻ്റെ പ്രാർത്ഥന ഇങ്ങനെയായിരിക്കട്ടെ: യഹോവേ ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായ സഹായിപ്പാൻ നീയല്ലാതെ മറ്റാരും ഇല്ല. ആ കർത്താവിൽ ശരണപ്പെടാം, ആ കർത്താവിൽ ബലപ്പെടാം. നമുക്കെതിരെ ഉയരുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. കാരണം നമുക്കൊരു ബലവാനുണ്ട്. ബലഹീനനായി എന്നെ ബലപ്പെടുത്തുവാൻ എൻ്റെ ബലവാനായ ദൈവം ശക്തനാണ്. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.